കളരിപ്പയറ്റിന്റെ ചിട്ടയായ പരിശീലനത്തിലൂടെ ഒരാൾക്ക് ശരീര നിയന്ത്രണവും അതിലൂടെ കർമ്മ ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണവും അതിലൂടെ തീക്ഷ്ണമായ മസ്തിഷ്കവും ശക്തമായ മനസ്സും ആത്മവിശ്വാസവും ആത്മധൈര്യവും കൈവരുന്നു എന്നതാണ് തട്ടകം എന്ന ഈ മെഗാ കളരിപ്പയറ്റ് പ്രദർശനം നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കളരി അഭ്യാസം ആയുരാരോഗ്യവർദ്ധകമാണ്. ഗുരുത്വം, സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്, ആത്മരക്ഷയ്ക്കുള്ള സാമർഥ്യം, കരുത്ത്, ഉന്മേഷം നിറഞ്ഞ ജീവിതം, സ്വഭാവശുദ്ധി, മനോനിയന്ത്രണം ഇവയൊക്കെ സ്വായത്തമാക്കുന്നതിലൂടെ നല്ലൊരു വ്യക്തിയും അതിലൂടെ നന്മ നിറഞ്ഞ ഒരു സമൂഹവും ജനിക്കുന്നു. അതിനായി കളരിപ്പയറ്റിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കണം. It is to stress this point that we have purposefully included the performance of people with different levels of expertise and age groups, from 3 to 75 to be very precise. Some of them are experts in the domain, some others just beginners. For us, levels of expertise do not matter here. What matters is the love and adoration that we have for Kalaripayattu that binds all of us together. ദയവ് ചെയ്ത് പ്രദർശന വേദിയിലേക്ക് വരിക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കളരി പ്രദർശനം ആരംഭിക്കുന്നതാണ്. സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കളരിയുടെ ഐക്കൺ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് വാളും പരിചയം. നമ്മുടെ വിശിഷ്ടാതിഥികൾ കളരി ഗുരുക്കന്മാർക്ക് വാളും പരിചയം കൈമാറിക്കൊണ്ടാണ് തട്ടകം മെഗാ പ്രദർശനത്തിന് തുടക്കമാകുന്നത്. അതിനായി നമ്മുടെ വിശിഷ്ടാതിഥികളായി വിവിധ കളരികളിലെ ഗുരുക്കന്മാരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. തട്ടകം എന്ന മെഗാ കളരിപ്പയറ്റ് പ്രദർശനത്തിന് ഇതോടുകൂടി
is that the body is the most crucial weapon one needs to master. This item intends to sharpen the agility and nimbleness of the body. It significantly improves the mind-body coordination as well. This is also a state level and national level competition item. കൈപ്പേര് അഥവാ വെറും കൈ. ഏത് ആയുധമെടുത്ത് വരുന്ന അക്രമിയായാലും അക്രമി എത്ര കരുത്തനായാലും വെറും കൈയോടെ നേരിടാനാവുമെന്നതാണ് കൈപ്പേരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പൂട്ടും പിരിവും എന്ന പദപ്രയോഗം തന്നെയുണ്ട് കൈപ്പേരിൽ. ശത്രുവിനെ അല്ലെങ്കിൽ അക്രമിയെ പൂട്ടാനും ആക്രമണത്തിൽ നിന്നും പിരിഞ്ഞു പോരാനും ചിട്ടയായ പരിശീലനത്തിലൂടെ ഒരു അഭ്യാസിക്ക് സാധ്യമാകുന്നതിന്റെ നേർപതിപ്പായി കൈപ്പേര് for the more advanced and complex techniques using other weapons. ചൂരൽപ്പയറ്റ് കോൽത്താടി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരിനമാണ് ചൂരൽപ്പയറ്റ്. നമുക്ക് നേരെ വരുന്ന ഏത് അക്രമത്തെയും മെയ്വഴക്കത്തോടെ മിന്നൽ വേഗതയിൽ നേരിടാനും തടുക്കാനും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനും ചൂരൽ വടി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയോഗമാണ് ചൂരൽപ്പയറ്റ്. A short staff, normally about 3 spans long. The short staff is a highly manageable and handy weapon. When wielded with speed, it can be effectively employed for defense and attack. Attacks are aimed mostly at the opponent's head, temples, ribs and legs. Constant practice with the short staff helps one develop concentration of the mind and lightning reflexes. ചെറുവടിപ്പയറ്റ് കോൽത്താടി വിഭാഗത്തിലെ മറ്റൊരിനമാണ് ചെറുവടി. ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനുമായി 3 ചാൺ നീളമുള്ള ചെറുവടി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകടനം. കാലും കോലും ഒരുമിച്ച് പോകണമെന്ന പ്രയോഗം ഇവിടെയും പ്രസക്തമാണ്. ശരീരത്തിന് നേരെ വരുന്ന ഏത് അടിയെയും തടുക്കാനും ശരീരത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിലേക്ക് പ്രഹരിക്കാനും ഇതിലൂടെ സ്വായത്തമാക്കാം. ചെറുവടിപ്പയറ്റ് The saying that a person who knows how to use otta can even defend himself or herself while at sleep. The techniques used in ottapayata are the most advanced in the Koltari series. The otta is a 2 feet long double curved baton shaped out of a tamarind wood. In this advanced fight, the otta baton is held differently by the master and the pupil. Let's watch it now. ഒറ്റപ്പയറ്റ് മനുഷ്യ ശരീരത്തിലെ 64 നർമ്മങ്ങളെ ആധാരമാക്കി പയറ്റുന്ന ഒരിനമാണ് ഒറ്റപ്പയറ്റ്. തടികൊണ്ട് ഒരു പ്രത്യേകതരം വളവേണ്ടിയുണ്ടാക്കുന്ന ആയുധമാണ് ഒറ്റക്കൂർ. ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനം ഒറ്റയ്ക്കാണ്. വെറും കൈകൾ കൊണ്ട് എതിരാളിയുടെ പ്രയോഗങ്ങളെ തടുത്ത് പ്രഹരങ്ങൾ ഏൽപ്പിക്കാനും മർമ്മസ്ഥാനങ്ങളിൽ കൈ പ്രയോഗിക്കാനുമുള്ള അടിസ്ഥാന പരിശീലനമാണ് ഒറ്റപ്പയറ്റിലൂടെ അഭ്യസിപ്പിക്കുന്നത്. ഒറ്റപ്പയറ്റി തെളിഞ്ഞ ആളിനെ മാത്രമായിരുന്നു പണ്ട് കാലത്ത് തികഞ്ഞൊരു അഭ്യാസിയായി കണക്കാക്കിയിരുന്നത്. ഒറ്റക്കുലയ്ക്കാം ഒടുവിൽ ഒറ്റ മതി എന്നാൽ എല്ലാമായി എന്നീ പയറ്റുമൊഴികൾ സവിശേഷമാണ്. ഒറ്റപ്പയറ്റിന്റെ നേർക്കാഴ്ചയിലേക്ക്. In the Malabar region, this is one of the actual combative acts in Kalaripayat. The ballads and legends of the Malabar region is replete with images of Kalari experts walking around carrying a sword with them. Let us now watch Valam Valam. വാളും വാളും അങ്കത്താരിൽ വരുന്ന ഒരിനമാണ് വാളും വാളും. 2 പേർ കയ്യിൽ വാളുമായി ഏറ്റുമുട്ടുന്ന ആവേശകരമായ കാഴ്ചയിലേക്ക്.
a manner. The left leg will be firmly placed in front and the right leg will move around in various directions to attack the opponent. The hands will be used simultaneously to attack the enemy and defend oneself. This bare hand fighting technique is practiced to acquire stability to the body. It also trains the performer to be conscious of the entire space around him and not just what is immediately in front of them. Let's watch Ottachuvadu. ഒറ്റച്ചുവട് ഏതൊരു അഭ്യാസത്തിനും മെയ്വഴക്കം പോലെ തന്നെ ചുവടുറപ്പും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. മനക്കരുത്തിനൊപ്പം പതറാത്ത ചുവടുറപ്പുണ്ടെങ്കിൽ ഏത് അക്രമിയെയും നിഷ്പ്രയാസം നേരിടാം. ഒരു കാൽ ഉറപ്പിച്ചു നിർത്തി മറ്റേ കാലും രണ്ട് കൈകളും കൊണ്ട് അക്രമിയെ നേരിടുന്നതാണ് ഒറ്റച്ചുവട്. Logical stories associated with Tacholi Othenan and others. Among all the weapons used in Kalaripayat, the sword and shield enjoys a prestigious position. Sword and shield fight is part of the Angatari tradition. These weapons can be put to devastating use in duels and battles. At the same time, it could be presented as an aesthetically appealing spectacle as well. വളരെയേറെ സവിശേഷമായ ഒരിനമാണ് അടുത്തത് വാളും പരിചയും. ഏകദേശം 1.25 മീറ്ററോളം നീളമുള്ളതും പിടിയിൽ നിന്നും അഗ്രഭാഗത്തോട് അടുക്കുംതോറും വീതി കുറഞ്ഞ് അഗ്രഭാഗത്തിന്റെ അടുത്ത് ചെറിയ വളവോടുകൂടി കോർത്തിരിക്കുന്ന കൈമറിയോട് കൂടിയ ഒരിനം വാളാണ് ഇതിനുപയോഗിക്കുന്നത്. തടുക്കാനായി വൃത്താകൃതിയിലുള്ള പരിചയും. പരിചയ്ക്കുള്ളിൽ കൈകോർത്ത് പിടിക്കാനുള്ള വാറും പിടിയും ഉണ്ടായിരിക്കും. അങ്കത്താരിയിലും കളരിയിലും പ്രധാനപ്പെട്ട ആയുധമാണ് വാളും പരിചയും. കളരി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ചേർത്ത് വെച്ച വാളും പരിചയുമാണ്. Which is generally 5 or 5.5 feet long and about 3 inches in circumference. It is an excellent exercise for developing suppleness of one's wrist. The attacks are aimed at imaginary opponents. The rapidly swinging long staff can be effectively employed in actual defense and attacks as well. അടുത്തതായി വളരെ മനോഹരമായ ഒരു പ്രദർശന ഇനം നെടുവടി വീശൽ. കളരിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രദർശന ഇനമാണിത്. അതിമനോഹരമായ ആ ഇനത്തിന്റെ നേർക്കാഴ്ചയിലേക്ക്. Begin to challenge the limits of the human body, that you pose a challenge to the gravitational pull itself. By practicing these acrobatic movements, the body of the performer becomes flexible, agile and healthy. These movements could also come in handy as defense techniques. We now invite you to witness various jumps, twists, somersaults and other body movements in Kalaripayat. Enjoy the spectacle. മലക്കങ്ങൾ നല്ലൊരു മെയ് അഭ്യാസിക്ക് ഏറ്റവും നന്നായി വഴങ്ങുന്ന ഒരിനമാണിത്. ചാടാനും തിരിയാനും മറിയാനും അതിശയകരങ്ങളായ ദ്രുതചലനങ്ങളുമായി മലക്കങ്ങൾ. Is a double-edged, long and narrow, flexible sword-like weapon that is fixed to the combatant's waist like a belt. As the combatant attacks with force towards the opponent,
and swings the urumi, the blade coils and turns rapidly. Therefore, if the wielder is not skillful or vigilant, he or she is very likely to injure themselves seriously in the process. Let us now watch Urumi Parija. ഉറുമി പരിച അരയിൽ ബെൽറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും ആവശ്യാനുസരണം വലിച്ചൂരിയെടുക്കാൻ പറ്റുന്നതുമായ വളരെയേറെ അപകടം പിടിച്ച ഒരു ആയുധമാണ് ഉറുമി. നല്ല പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ ഉറുമിയുടെ വശം കൊണ്ട് വെട്ടിമുറിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഇതിന്റെ പ്രയോഗത്തിലും മെയ്വഴക്കത്തിന്റെ സ്വാധീനം പരമപ്രധാനമാണ്. ഉറുമി വീശുമ്പോൾ Kannur District Kalaripayat Association and Payamballi Kalari Sangam. What you have witnessed is just a snippet of this 5,000-year-old indigenous martial art tradition. We are extremely delighted to inform you that over 20 states in India now practice കണ്ണൂർ വെച്ച് ഒരു മെഗാ കളരിപ്പയറ്റ് പ്രദർശനം നാംറ്റോയുടെയും ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയും നോർത്ത് മലബാർ വാണിജ്യ കേന്ദ്രത്തിൻ്റെയും കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ്റെയും പയ്യമ്പള്ളി കളരി സംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ കളരിയുടെ പ്രചരണാർത്ഥം ടൂറിസ്റ്റുകളെ കളരിയിലേക്ക് ആകർഷിക്കാനും ഒരു മെഗാ കളരിപ്പയറ്റ് പ്രദർശനം കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഇന്ന് നടക്കുകയുണ്ടായി. ഇത് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് എന്ന് പറയുമ്പം കേരളത്തിലും ആദ്യമായിട്ടാണ്, അത് ലോകത്തിലും ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. 2024 കളരിപ്പയറ്റ് അസോസിയേഷനും അതോടൊപ്പം പയ്യമ്പള്ളി കളരി സംഘവും ചേർന്നൊരുക്കിയ 501 ആളെ പരിപാടിയാണ്. 650-ൽ പരം ആൾക്കാർ ഈ പരിപാടിയിൽ അണിയർന്നിന്. എന്നിരുന്നാലും നല്ല ഒരു മാമാങ്ക എന്ന ലെവലിൽ തന്നെ ഈ പരിപാടി വിജയകരമായി